കേണൽ എസ് ഡിന്നി, ഈ ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേൽ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഇറാന്റെ ആണവ യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് ഏതാണ്ട് 60% മുകളിലെത്തുന്നു. അണ്വായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ കടക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നിലനിൽപ്പിനെയാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഏകപക്ഷീയമായി ഇസ്രയേൽ ഈ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചത്. പിന്നീട് അമേരിക്കയുടെ ഒരു സഹായം പ്രത്യക്ഷമായി ഇസ്രയേലിന് വേണ്ടി വന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഈ ഭൂഗർഭ നിലയങ്ങളെ തകർക്കാൻ വേണ്ടിയായിരുന്നു. അതും സാധിച്ചെടുത്തു. പക്ഷെ പിന്നീട് ലോകം അറിഞ്ഞത് ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം, എൻറിച്ച്ഡ് യുറേനിയം മറ്റൊരു സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഇറാൻ മാറ്റിവെച്ചു എന്നതാണ്. ഇപ്പോൾ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള തീരുമാനമുണ്ടാകുമ്പോഴും ഇസ്രയേൽ അവകാശപ്പെട്ടത് ഞങ്ങൾ ലക്ഷ്യം കണ്ടു എന്നാണ്. അതിനുശേഷം വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ലക്ഷ്യം കണ്ടു എന്ന് ഇസ്രയേലും അമേരിക്കയും പറയുകയും എന്നാൽ അവർക്ക് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണോ ഈ വെടിനിർത്തൽ സംഭവിക്കാൻ ഇടയായ സാഹചര്യം? അതല്ല, ഇപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കുമെന്ന ഭീതി, തിരിച്ചടി ഇറാനിൽ നിന്ന് ഇനിയും ഉണ്ടായേക്കുമെന്ന ആശങ്ക, ഇതൊക്കെ വെടിനിർത്തലിലേക്ക് എത്തിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ ഈ ലക്ഷ്യപ്രാപ്തിയിലെത്തി എന്നൊക്കെ പറയുന്നത് ഒരു പച്ചക്കള്ളമാകില്ലേ? എങ്ങനെ വേണം ഈ ഒരു പുതിയ സാഹചര്യത്തെ വിലയിരുത്താൻ, പ്രത്യേകിച്ച് ഇറാന്റെ ആക്രമണം തുടരുന്നു എന്ന് ഇസ്രായേൽ പറയുമ്പോൾ? ശ്രീ ഗോപി, ഈ ഒരു 12 ദിവസമായിട്ട് നടക്കുന്ന യുദ്ധത്തിന് ഇപ്പോൾ 12 ദിവസം കഴിയുമ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഈ 3 രാജ്യങ്ങളും, അത് US ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, അവരൊരു സമാധാനത്തിലേക്ക് വേണം എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് അവർ ഇപ്പം മാനസികാവസ്ഥയാണ്. അതിനകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു കാരണമാണ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സീസ്ഫയറിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. US സംബന്ധിച്ചോളം US ഇതിനകത്ത് ഇടപെട്ട് USനകത്ത് ഇതുവരെ ഒന്നും കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് വേറെ ഒരു രീതിയിലുള്ള അസറ്റ്സും മറ്റു കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നയമുണ്ട്, ഞങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് ഞാൻ ഒരിക്കലും തള്ളിവിടത്തില്ല എന്നുള്ളത്. അങ്ങനെ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് USൻ്റെ ഭയം. അപ്പോൾ 3 രാജ്യങ്ങളും ഒരു കാര്യത്തിൽ വ്യക്തമാണ്, അവർക്ക് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരിപ്പം ഇന്നിപ്പം പറയാണ് അവരെ ഏതൊക്കെ, അപ്പോൾ നിർത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും വേണമല്ലോ. പെട്ടെന്ന് ഒരു യുദ്ധം തുടങ്ങി അപ്പോൾ പെട്ടെന്ന് നിർത്തണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത് അവരുടെ മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തു. അതായത് ന്യൂക്ലിയർ ഫെസിലിറ്റീസിനായിരുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത്, ആ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഞങ്ങൾ ഡിസ്ട്രോയ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ റെഡിയാണ് ഇതിനെ നിർത്താൻ വേണ്ടി. ഇറാൻ്റെ ഭാഗത്തെന്ന് വെച്ചാൽ അവരുടെ പക്ഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറാൻ്റെ ഈ അറ്റാക്കിനെ ഞങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി, ഞങ്ങൾക്ക് തിരിച്ച് ഇസ്രായേലിനകത്ത് നല്ല നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിച്ചു, ഞങ്ങൾ USൻ്റെ ബേസിൽ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അവരുടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. USനെ സംബന്ധിച്ചുള്ള US അവരുടെ മിലിറ്ററി ഡെമോൺസ്ട്രേഷൻ കാണിച്ചിരുന്നു. B2 ബോംബേഴ്സ് ഉപയോഗിച്ച് വലിയൊരു സ്ട്രൈക്ക് അവിടെ നടത്തി, അതിനകത്ത് വലിയ ഒരു നഷ്ടവും ഇല്ലാതെ അവർക്ക് പുറത്തു വന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്തോട്ട് വരുമ്പം, ഒരു എക്സിറ്റ് വരുമ്പം, ഈ ഒരു ഫേസ് സേവിങ് അല്ലെങ്കിൽ ഒരു നാണക്കേടില്ലാതെ, അല്ലെങ്കിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള ആ നരേറ്റീവിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ലാസ്റ്റ് എക്സിറ്റിൽ അവർ ശ്രമിക്കുന്നത്. അപ്പം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അവർ ശ്രമിക്കുന്നത് വെച്ചാൽ ഇസ്രായേലാണ് സ്ട്രൈക്ക് ചെയ്തത് ആദ്യം. അപ്പം ഇറാനാണ് ആദ്യം വെടി നിർത്തുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറാൻ തോറ്റു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇറാൻ എപ്പോഴൊക്കെ തിരിച്ചടിക്കുന്നോ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നുള്ള രീതിയിലേക്കാണ് അവർ നിൽക്കുന്നത്. USനെ സംബന്ധിച്ചുള്ള US രണ്ടും എങ്ങനെയെങ്കിലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഒരു സീസ്ഫയറിലേക്ക് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അന്ന് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഒരു സീസ്ഫയർ എന്നുള്ള നില അദ്ദേഹം തന്നെ മറ്റുള്ളവരെ ആരും ഒന്നും അറിയാത്ത രീതിയിൽ ഫസ്റ്റ് ഡൊണാൾഡ് ട്രംപാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ കൺഫ്യൂഷൻ വരുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം 6 മണിക്കൂർ കഴിയുമ്പം ഇറാൻ വെടിനിർത്തും, പിന്നീട് 12 മണിക്കൂർ കഴിയുമ്പം ഇസ്രായേൽ വെടിനിർത്തും, പിന്നീട് 24 മണിക്കൂർ കഴിയുമ്പം ഇത് മൊത്തത്തിലൊരു സീസ്ഫയർ ആവും. അപ്പോൾ ചോദ്യം ഇറാൻ്റെ ഭാഗത്ത് നിന്ന്, ഞങ്ങൾ എന്തിനാണ് 6 മണിക്കൂർ കഴിഞ്ഞ് വെടിനിർത്തുന്നത്? 6 മണി തൊട്ട് 12 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ ഞങ്ങളെ അടിക്കുകയോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ മിണ്ടാതിരിക്കണോ എന്നുള്ളതാണ്. ഇപ്പം നടന്നിരിക്കുന്നത് ഈ സീസ്ഫയറിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് 6 വേവ്സ് ഓഫ് അറ്റാക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടന്നു. അതിനകത്തൊരു 4 മരണവും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുള്ള മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് ബർഷേബ എന്ന നഗരത്തിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബർഷേബ നഗരത്തിലാണ്. കറക്റ്റ്.
കറക്റ്റ് ബെർഷബ എന്നുള്ള നഗരത്തിലാണ്. അത് സദേൺ ഇസ്രയേലിലാണ്. അവിടെ IDFന്റെ ഒരു സദേൺ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. 2 എയർ ബേസസ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവിടാണ് 4 പേരുടെ മരണം നടന്നിട്ടുള്ളത്. ആ അഗെയിൻ അയൺ ഡോം സിസ്റ്റം വർക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ വേണ്ട രീതിയിലുള്ള വാർണിംഗ് ടൈമിംഗ് കിട്ടില്ല, അല്ല പല റീസൺസ് വരുന്നുണ്ട്. ഈ ആളുകൾ 4 മരണം നടന്നു ഉള്ളത് കൃത്യമായിട്ട് അറിയാം. അവിടെ നിന്ന് ഇന്ത്യൻ റിപ്പോർട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഈ ഒരു അവസ്ഥയിൽ ഇസ്രയേലിന് ഇത് നിർത്താൻ പറ്റില്ല. അപ്പം വീണ്ടും ഇസ്രയേൽ ഒരു സ്ട്രൈക്ക് നടത്തും. അത് 100% ഷുവർ ആണ്, അവർ ആ സ്ട്രൈക്ക് നടത്തും. അങ്ങനെ വരുമ്പം നെക്സ്റ്റ് അഗെയിൻ ബോൾ ഇസ് ഇൻ ഇറാൻസ് നോൺ കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള നിലയിലേക്ക് പോകാം. പക്ഷെ ഓൺലി സേവിങ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ US ഭാഗത്തു നിന്ന് ശക്തമായിട്ട് ഇതിനെ സീസ് ഫയർ നടത്തണമെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യമാണ്. കാരണം ഇപ്പം സീസ് ഫയർ നടന്നില്ലെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപിന് വലിയ നാണക്കേടും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയ ഇഷ്യൂസ് ഉണ്ട്. ഓൾറെഡി US ഉള്ളിൽ അവിടുത്തെ ഒപ്പോസിഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഏകപക്ഷീയമായിട്ടുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇറാനെ പോയി സ്ട്രൈക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സീസ് ഫയറിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ അവിടുത്തെ കോൺഗ്രസിലൊക്കെ ധാരാളം ചർച്ച നടക്കുന്ന സമയത്ത് വീണ്ടും ഇതൊരു എസ്കലേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാക്കും. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഇസ്രയേലിന്റെ പുറത്തുണ്ടോ അതിൽ നിന്ന് ചെയ്ത് അതിനെ ഒന്ന് വാട്ടർ ഡൗൺ ചെയ്ത് പതുക്കെ ആ ലെവലിലേക്ക് താഴെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. അപ്പം വരുന്ന ഒരു 24 മണിക്കൂർ വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും ഈ 2 രാജ്യങ്ങളിലും എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്ന്. കാരണം നമ്മൾ കണ്ടിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ്റെ സീസ് ഫയർ കഴിഞ്ഞപ്പോഴും എന്നിട്ടും പാകിസ്ഥാൻ ഒരു ഡ്രോൺ സ്ട്രൈക്സ് പോലെ ജമ്മുവിൻ്റെ ആ ഏരിയയിലൊക്കെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യ അതിന് റെസ്പോൺസ് കൊടുത്തില്ല. അതാണ് ആ രീതിയിൽ അങ്ങ് തീർന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ മാത്രമേ ഇതിനൊരു ഒരു സീസ് ഫയർ, കംപ്ലീറ്റ് സീസ് ഫയർ എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതല്ലെങ്കിൽ ഇതിനൊരു വീണ്ടും ഒരു എസ്കലേറ്ററി ലാഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ പോകാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അമേരിക്ക അതിനെ അലൗ ചെയ്യുമെന്ന് ഇപ്പോഴത്തെ സ്ഥിതിക്ക്. ശ്രീ ഗോപി.